ശമ്പളത്തിൻ്റെ പകുതി കൂടുതൽ യു എയിൽ തെരുവ് പൂച്ചകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവരുണ്ട്. പറയുന്നത് ഞാനല്ല കേട്ടോ. അതായത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജയിൽ ഒരു പ്രൊഫസർ ഈയിടെ ഒരു പഠനം നടത്തി. അതായത് സമൂഹത്തിൽ തെരുവ് പൂച്ചകളുടെ സ്വാധീനത്തെക്കുറിച്ചായിരുന്നു പഠനം. അതിൻ്റെ കണ്ടെത്തലുകളാണ്, നല്ല രസകരമായ കണ്ടെത്തലുകളാണ്, ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, സ്വന്തം നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വിട്ടു നിൽക്കുന്ന പ്രവാസികൾക്ക് സ്വന്തം എന്ന തോന്നൽ കൊടുക്കുകയാണ് ഈ തെരുവ് പൂച്ചകളുമായിട്ടുള്ള ഇടപഴകൽ. മാത്രമല്ല ഈ നാടുമായിട്ട് അവരെ കണക്റ്റ് ചെയ്യിപ്പിക്കുന്നതും ഈ പൂച്ചകളാണത്രേ. ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായി പ്രൊഫസർ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയുണ്ടായി. അതിനകത്ത് ഡെയറ, കരാമ, ബർദുബായ് ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ വർക്കേഴ്സും സെക്യൂരിറ്റി ഗാർഡ്സും ഒക്കെ സ്ഥിരമായി ഈ പൂച്ചകളെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. ഇവരിൽ പലരും നാട്ടിൽ പോകാൻ മടിച്ചും വെക്കേഷൻ കട്ട് ഷോട്ട് ചെയ്യുന്നതും ഒക്കെ ഈ പൂച്ചകൾ അവരില്ലെങ്കിൽ ആര് നോക്കുമെന്ന് വിചാരിച്ച് മാത്രമാണത്രേ. ഇത് മാത്രമല്ല കേട്ടോ, വ്യത്യസ്ത സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ളവർ, അതായത് വില്ലയിലും സ്റ്റുഡിയോയിലും താമസിക്കുന്നവർ തൊട്ട് വാച്ച്മാൻ വരെ, ഇവരൊക്കെ ഈ പൂച്ചപ്രേമം കാരണം പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് മരുന്നെത്തിക്കാനുമൊക്കെ ആയിട്ട് ഒരു അനൗപചാരികമായിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെ അവർ ഫോം ചെയ്യുന്നുണ്ട്. അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അതിലും അതിശയിപ്പിക്കുന്ന കാര്യം, ഈ പ്രൊഫസർ ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയുണ്ടായി. അതായത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്യാറ്റ്സ് എന്നുള്ള പേരിൽ. അതിൻ്റെ ടിക്കറ്റ് നോട്ടിഫൈ ചെയ്തതിൻ്റെ ഒരാഴ്ചക്കകത്ത് തന്നെ മുഴുവനും വിറ്റ് തീർന്നു. ഇത് പ്രൊഫസറിന് തന്നെ അത്ഭുതമായിരുന്നു, ഇത്രയും പേർ യു എയിൽ പൂച്ചപ്രേമികളുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ.